ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ അടുത്ത ആഴ്ചത്തെ കഥയിലേക്ക് സ്വാഗതം. സുധീഷ് നിധിക്ക് പിറന്നാൾ സമ്മാനമായി ഒരു സാരി വാങ്ങി കൊടുക്കുകയാണ്. അത് സന്തോഷത്തോടു കൂടി വാങ്ങിച്ച് ആ സാരിയും എടുത്ത് സുധീഷിന്റെ ഒപ്പം ക്ഷേത്രത്തിലേക്ക് പോകുകയും പിന്നീട് നിധി ഓഫീസിലേക്ക് പോവുകയുമാണ്. നിധി ആ സാരി എടുത്തു കണ്ടതിന്റെ സന്തോഷത്തിലാണ് സുധീഷ്. തുടർന്ന് ഓഫീസിലേക്ക് വന്ന നിധി ഗോപിയുടെ ഫോണിലേക്ക് വിളിച്ച് സംസാരിക്കുകയും ഗോപിയെ കാണാനായി പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനായി തീരുമാനിക്കുകയുമാണ്. സിദ്ധാർത്ഥിനോട് ലീവ് ചോദിക്കുമ്പോൾ സിദ്ധാർത്ഥം വാമനപുരത്തേക്ക് പോകാനായി ഇറങ്ങുകയാണ്. തുടർന്ന് സിദ്ധാർത്ഥിന്റെ നിർബന്ധപ്രകാരം നിധി സിദ്ധാർത്ഥിന്റെ കാറിൽ വാമനപുരത്തേക്ക് പോകുന്നു. ഒരു സൈറ്റ് നോക്കാനായി പോകുന്ന സിദ്ധാർത്ഥ് നിധിയോട് എന്തിനാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ തന്റെ ഒരു റിലേറ്റീവിനെ കാണാൻ പോവുകയാണെന്ന് പറയുകയും ശേഷം സിദ്ധാർത്ഥിനെ ഒഴിവാക്കി പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയുമാണ് നിധി. ഈ സമയം നിധിക്ക് വേണ്ടി ബർത്ത്ഡേ പാർട്ടി ഒരുക്കാനുള്ള തിരക്കിലാണ് സുധീഷ്. സഹായത്തിന് നികേഷും ഉണ്ട്. തുടർന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന നിധി ഓർക്കുകയാണ് സുധീഷ് നിധിയുടെ കൈയും പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി വന്നതും സുധീഷ് തന്റെ കഴുത്തിൽ താലി കെട്ടിയതുമല്ല. അകത്തേക്ക് കയറി വന്ന നിധി ഗോപിയുമായി സംസാരിക്കുകയാണ്. സാറിന്റെ ഫോൺ വിളിച്ച് ഡിവോഴ്സ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞില്ല. അപ്പൊ ഗോപി പറയുകയാണ്, പിന്നെ ഞാനെന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ എല്ലാവരും എത്ര കഷ്ടപ്പെട്ടാ നിങ്ങളുടെ കല്യാണം നടത്തിയത്. ഇപ്പൊ പിരിയുകയാണെന്ന് പറഞ്ഞാൽ സംസാരിച്ച് തീർക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. നിധി ചോദിക്കുന്നു, സർ തെറ്റിദ്ധരിക്കരുത്, ഞങ്ങൾ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്ന കാര്യം സാറിനോട് ആരാ പറഞ്ഞത്? ഗോപി ഒഴിഞ്ഞു മാറാനായി ശ്രമിക്കുമ്പോൾ CI അവിടേക്ക് വരികയാണ്. ഇതാരാണെന്ന് CI ചോദിക്കുമ്പോൾ സുധീഷിന്റെയും നിധിയുടെയും വിവാഹം നടന്ന കാര്യവും നിധി ബിസിനസ്സുകാരനായ രാജീവ് ശങ്കറിന്റെ മകളാണെന്നുള്ള കാര്യമെല്ലാം ഗോപി പറയുകയാണ്. ഇതെല്ലാം കേട്ട് CI ഓർക്കുകയാണ് നിധിയുടെയും സുധീഷിന്റെയും വിവാഹം നടത്തി കൊടുത്തത്. ഗോപി സുധീഷിന്റെയും നിധിയുടെയും ഡിവോഴ്സിന്റെ കാര്യം പറയുമ്പോൾ ഡിവോഴ്സ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഗോപി തന്നെ വിളിച്ച കാര്യം നിധി CIയോട് പറയുകയാണ്. ഇത് കേട്ട് CI ഗോപിയെ ചോദ്യം ചെയ്യുകയും ഗോപിയെ സത്യം പറയുകയുമാണ്. സുധീഷ് പറഞ്ഞിട്ടാണ് നിധിയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചതെന്നും സുധീഷിന് ഡിവോഴ്സിന് ഇഷ്ടമല്ല എന്നുള്ള കാര്യം പറയുന്നു. ഇത് കേട്ട് നിധി ഞെട്ടി നിൽക്കുമ്പോൾ CI ഗോപിക്ക് താക്കീത് കൊടുക്കുകയാണ്. അവര് ഡിവോഴ്സ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യട്ടെ, ഗോപി ഇനി ഈ കാര്യത്തിൽ ഇടപെടരുതെന്ന് CI പറയുന്നു. തുടർന്ന് CIയുടെ ഫോണിലേക്ക് ഒരു കോള് വരികയും CI ഫോണിൽ സംസാരിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുകയുമാണ്. ഗോപി പറയുന്നു, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണമെന്നാ എന്റെ ആഗ്രഹം. അവൻ ഒരു പാവാ, അവന്റെ മോള് മനസ്സിലാക്കണം. അവന്റെ വിഷമം കണ്ട് ഞാൻ മോളെ വിളിച്ചതാണ്. ഡിവോഴ്സ് ചെയ്യേണ്ടെന്ന് മോളൊരു തീരുമാനമെടുത്താൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാൾ ഞാനായിരിക്കും. ഇതെല്ലാം കേട്ട് അവിടെ നിന്ന് പോകാനായി തുടങ്ങുന്ന നിധി ചോദിക്കുന്നു, ID പ്രൂഫ്സ് ഒന്നുമില്ലാതെ കല്യാണം കഴിക്കാൻ പറ്റുമോ? അതെങ്ങനെ പറ്റുമെന്ന് ഗോപി ചോദിക്കുമ്പോൾ നിധി ചോദിക്കണം, പിന്നെ എങ്ങനെയാണ് സർ ഞങ്ങളുടെ കല്യാണം നടത്തിയത്? ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആധാർ കാർഡോ പാൻ കാർഡോ ഒന്നും എന്റെ കയ്യിലില്ലായിരുന്നു. പിന്നെ എങ്ങനെ ഞങ്ങളുടെ കല്യാണം നടന്നേ? ഗോപി ചോദിക്കുന്നു, കുട്ടി എന്തൊക്കെയാ പറയുന്നേ? കുട്ടിയുടെ ആധാർ കാർഡ് തന്നത് സുധീഷ് തന്നെയാ. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് നിധി. ഗോപി പറയുന്നു, മോള് പറഞ്ഞത് ശരിയാ, പ്രൂഫ് ഇല്ലാതെ കല്യാണം നടക്കില്ല. സുധീഷ അവന്റെ ഫോണില് മോളുടെ ആധാർ കാർഡ് കാണിച്ചു തന്നത്, അത് വെച്ചാണ് കല്യാണം രജിസ്റ്റർ ചെയ്തത്. ഇത് കേട്ട് നിധി ഓർക്കുകയാണ് ആധാർ കാർഡ് ഇല്ലാതെ ഹോസ്റ്റലിലും മറ്റു സ്ഥലങ്ങളിലുമെല്ലാം അപമാനിതയായത്. അപ്പോഴേക്ക് സുധീഷ് തന്നെ ആശ്വസിപ്പിക്കാനായി വന്നത്. തുടർന്ന് നിധി വളരെ ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് പോവുകയാണ്. മഴയിൽ വെച്ച് സിദ്ധാർത്ഥിനെ കാണുകയും സിദ്ധാർത്ഥിന്റെ ഒപ്പം കിളിക്കൂട്ടിലേക്ക് വരികയാണ്. ഡ്രൈവ് ചെയ്യുന്ന സിദ്ധാർത്ഥ് ഓഫീസ് കാര്യങ്ങളും പേഴ്സണൽ കാര്യങ്ങളും ഒക്കെ സംസാരിക്കുന്നുവെങ്കിലും നിധി അതൊന്നും ശ്രദ്ധിക്കുന്നതേയില്ല. പോലീസ് സ്റ്റേഷനിൽ വെച്ച് വിവാഹം നടന്നതും സുധീഷിന്റെ ഒപ്പം കിളിക്കൂട്ടിലേക്ക് പോയതൊക്കെയാണ് നിധി ഓർക്കുന്നത്. തുടർന്ന് വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് നിധി വരുന്നത് കാത്തു നിൽക്കുകയാണ്. സുധീഷും സുഭാഷും ഹരീഷും നികേഷും എല്ലാം. പുറത്തേക്ക് ഇറങ്ങി വന്ന സുധീഷ് സിദ്ധാർത്ഥിനെ കണ്ട് ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ്. നിധി സിദ്ധാർത്ഥിനെ അകത്തേക്ക് ക്ഷണിക്കുന്നു. ഇത് കണ്ട് ഇഷ്ടപ്പെടാത്ത രീതിയിൽ നിൽക്കുകയാണ് സുധീഷ്. നിധി ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുന്നുണ്ട്. ഭാസ്കരനും അവിടേക്ക് വരുന്നു. അകത്തേക്ക് കയറി വന്ന നിധി ചുറ്റും നോക്കുമ്പോൾ നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തി സർപ്രൈസ് ഒക്കെ എങ്ങനെയുണ്ട്? നിധി പുഞ്ചിരിച്ച് തലയാട്ടുമ്പോൾ ഞാനോ ഇതെല്ലാം ചെയ്തേന്ന് പറയുകയാണ് സുധീഷ്. നിധി വളരെ ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുകയാണ്. തുടർന്ന് നിധി കേക്ക് കട്ട് ചെയ്യുകയും സിദ്ധാർത്ഥിനും മറ്റെല്ലാവർക്കും കേക്ക് കൊടുക്കുകയും ചെയ്യുന്നു. സുഭാഷ് സിദ്ധാർത്ഥിനെ ഭക്ഷണം കഴിക്കാനായി നിർബന്ധിക്കുമ്പോൾ പിന്നീടൊരിക്കൽ വരാമെന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് രാത്രി നീതുവിനെയും കൂട്ടി ഹരീഷ് വീട്ടിലേക്ക് വരികയും നീതു നിധിക്ക് സമ്മാനം കൊടുക്കുകയുമാണ്. അവർ സന്തോഷത്തോടുകൂടി ചേർത്ത് പിടിക്കുകയാണ്. ശേഷം അവിനാഷും ചാന്ദിനിയും വീട്ടിലേക്ക് വരികയും ചാന്ദിനി നിധിക്ക് പിറന്നാൾ സമ്മാനം കൊടുക്കുകയും ചെയ്യുന്നു. നിധി സന്തോഷത്തോടുകൂടി അതെല്ലാം വാങ്ങുകയാണ്. ശേഷം എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി സംസാരിച്ചിരിക്കുമ്പോൾ നിധി ഇടയ്ക്കിടയ്ക്ക് സുധീഷിനെ ശ്രദ്ധിക്കുന്നുണ്ട്. സുഭാഷ് എല്ലാവർക്കും കേക്ക് കൊടുക്കുന്നു. തുടർന്ന് പുറത്തിരിക്കുന്ന ഹരീഷിന്റെയും നികേഷിന്റെ അരികിലേക്ക് വന്ന സുധീഷ് നിധിയോട് തന്റെ പ്രണയം തുറന്നു പറയാൻ പോവുകയാണ്. ഇതാണ് പറ്റിയ സമയം. ഇന്ന് നിധിക്ക് താൻ ഒരുപാട് സർപ്രൈസുകൾ കൊടുത്തു. അവള് വലിയ സന്തോഷത്തിലാണ്. ഇപ്പൊ എന്റെ പ്രണയം തുറന്നു പറഞ്ഞാൽ നിധി തന്നെ മനസ്സിലാക്കുമെന്നൊക്കെ സുധീഷ് പറയുകയാണ്. അതിനായി നിധിയെയും കൂട്ടി ഒരു നൈറ്റ് ഡ്രൈവിന് പോവുകയാണെന്ന് സുധീഷ് പറയുമ്പോൾ ടെൻഷനോടുകൂടി മുഖത്തോട് മുഖം നോക്കുകയാണ് ഹരീഷും നികേഷും. ഈ സമയം അവിടേക്ക് വന്ന നിധി സുധീഷിനോട് നമുക്കൊന്ന് പുറത്തു പോയാലോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് എല്ലാവരും. സുധീഷ് വളരെ സന്തോഷത്തോടുകൂടി നിധിയുടെ ഒപ്പം പോകാനായി ഒരുങ്ങിയിറങ്ങുമ്പോൾ നിധിക്ക് സുധീഷ് വാങ്ങിച്ചു കൊടുത്ത സ്കൂട്ടർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിധി പറയുന്നു, നമുക്ക് ഈ വണ്ടി പോകാം. സുധീഷ് ചോദിക്കുന്നു, ആ
വണ്ടിയിലോ? അതിലെന്താ നിധി, പോകാലോ. അങ്ങനെ സ്കൂട്ടറിന്റെ കീ എടുത്തോണ്ട് വന്ന സുധീഷ് പറയുന്നു ഞാൻ ഓടിക്കാം. അപ്പൊ നിധി പറയണ വേണ്ട ഞാൻ ഓടിക്കാം. ഇത് കേട്ട് വിശ്വസിക്കാനാകാതെ നിധി ഒന്ന് നോക്കിയിട്ട് സ്കൂട്ടറിന്റെ കീ നിധിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് സുധീഷ്. ശേഷം നിധിയും സുധീഷും സ്കൂട്ടറിൽ ബീച്ചിലേക്ക് പോവുകയാണ്. നിധി ടെൻഷനോടുകൂടി വണ്ടി ഓടിക്കുമ്പോൾ സുധീഷ് താൻ വണ്ടി ഓടിക്കാൻ പഠിച്ച കഥയും നിധി എങ്ങനെ വണ്ടി ഓടിക്കണമെന്നൊക്കെ പറയുകയാണ്. ഇതെല്ലാം കേട്ട് വളരെ ദേഷ്യത്തോടു കൂടി ഇരിക്കുകയാണ് നിധി. തുടർന്ന് ബീച്ചിലേക്ക് വന്ന സുധീഷ് നിധിയെ പ്രപ്പോസ് ചെയ്യുകയാണ്. നിധിയെ ആദ്യമായി കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടതും പിന്നീട് നിധിയുടെ വീട്ടിലേക്ക് വന്നതും നിധിയെയും കൂട്ടിക്കൊണ്ട് തിരുവനന്തപുരത്തേക്ക് വന്നതും അപ്രതീക്ഷിതമായി വിവാഹം നടന്ന കാര്യമൊക്കെ സുധീഷ് പറയുകയാണ്. ഡിവോഴ്സിന് കാരണമായി നിധി ഇടയ്ക്കിടയ്ക്ക് ഒരു കാര്യം പറയാറുണ്ട്. നമുക്ക് നടന്ന ഈ കല്യാണം ഇല്ലാതാക്കിയാൽ എനിക്ക് എന്റെ ജീവിതം നോക്കി പോകാം, സുധീഷിനും സുധീഷിന്റെ കാര്യം നോക്കി പോകാന്ന്. പക്ഷെ അങ്ങനെയല്ല, എന്റെ സന്തോഷം നിധിയുടെ കൂടെ ജീവിക്കുമ്പോഴാണ്. നിധി എന്റെ ഭാര്യയായിട്ടിരിക്കുന്നതാണ് എന്റെ സന്തോഷം. നിധിയെ വിട്ട് പിരിഞ്ഞ് ജീവിക്കാൻ എനിക്ക് പറ്റില്ല, ആലോചിക്കാൻ കൂടി വയ്യ. എന്റെ മനസ്സില് നിധിയെ ഡിവോഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹമില്ല. നിധി പതിയെ എന്നെ ഇഷ്ടപ്പെടുമെന്നുള്ള പ്രതീക്ഷയില്ല ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത്. അങ്ങനെ സുധീഷ് മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോൾ വളരെ ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് നിധി. തുടർന്ന് സുധീഷ് പറയുന്നു എനിക്ക് നിധിയെ ഒരുപാട് ഇഷ്ടമാണ്, നിധിക്ക് എന്നെ ഇഷ്ടമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ നിധി? ദേഷ്യത്തോടു കൂടി നിധി ചോദിക്കുന്നു ഞാൻ പറഞ്ഞോ എനിക്ക് സുധീഷിനെ ഇഷ്ടമാണെന്ന്? എനിക്ക് സുധീഷിനെ ഇഷ്ടപ്പെടാൻ ഒരു കാരണം പറ. അപ്പൊ സുധീഷ് പറയുകയാണ് നിധി ആഗ്രഹിച്ചതുപോലെ നിധിയുടെ കല്യാണം മുടങ്ങിയില്ലേ, ഞാൻ തിരുവനന്തപുരത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഇപ്പൊ നിധി തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്നു, അതെല്ലാം ഞാൻ കാരണമല്ലേ? ഇത് കേട്ട് നിധി പറയുകയാണ് സുധീഷ് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. സുധീഷ് ചെയ്തു തന്ന സഹായത്തിന് ഞാൻ താങ്ക്സ് ആണ് പറയേണ്ടത്. എന്തിനു പ്രണയിക്കണം? നിന്നെ പോലൊരു ഫ്രോഡിനെ ഞാൻ എന്തിനു പ്രണയിക്കണം? സുധീഷ് ചോദിക്കുന്നു ഫ്രോഡോ? നിധി എന്തായി പറയുന്നേ? അപ്പൊ നിധി ചോദിക്കണം ഞാൻ ഇന്ന് എവിടാ പോയിട്ട് വന്നേന്നറിയോ? അപ്പൊ സുധീഷ് പറയണ നിധി ഓഫീസിലേക്കല്ല പോയത്. അപ്പൊ നിധി പറയണ നമ്മുടെ കല്യാണം നടന്ന പോലീസ് സ്റ്റേഷനിലേക്കാ ഞാൻ പോയിട്ട് വന്നേ. നമ്മുടെ കല്യാണം നടത്തി തന്ന കോൺസ്റ്റബിൾ ഗോപിയെ കണ്ടിട്ടാ ഞാൻ വരുന്നത്. ഇത് കേട്ട് സുധീഷ് ഞെട്ടി നിൽക്കുകയാണ്. നമ്മള് ഡിവോഴ്സിന് അപ്ലൈ ചെയ്ത സമയത്ത് കോൺസ്റ്റബിൾ ഗോപി എന്നെ ഫോൺ വിളിച്ച് എന്തിനാ ഡിവോഴ്സ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്? എവിടെയോ എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് അപ്പോഴേ തോന്നി. അതുകൊണ്ട് ഞാൻ കോൺസ്റ്റബിൾ ഗോപിയെ നേരിൽ ചെന്ന് കണ്ടത്. നിന്റെ നാടകമെല്ലാം ഞാൻ മനസ്സിലാക്കി. കോൺസ്റ്റബിൾ ഗോപി എല്ലാ സത്യങ്ങളും എന്നോട് പറഞ്ഞു. ഇത് കേട്ട് ഞെട്ടി ടെൻഷനോടുകൂടി നിൽക്കുകയാണ് സുധീഷ്. നിധി പറയുന്നു നീ ചെയ്ത എല്ലാ കള്ളത്തരവും ഞാൻ മനസ്സിലാക്കി. എങ്ങനെ? ഗോപിയോട് വക്കീല് പറഞ്ഞതായിരിക്കും, ഇല്ലെങ്കിൽ കോർട്ടിൽ നിന്നും ഇൻഫോം ചെയ്തതായിരിക്കും. എങ്ങനെ തോന്നി ഇങ്ങനെ നാണമില്ലാതെ കള്ളം പറയാൻ? സുധീഷ് കോൺസ്റ്റബിൾ ഗോപിയെ പോയി കണ്ടിരുന്നു. ഡിവോഴ്സിന് അപ്ലൈ ചെയ്ത കാര്യം സുധീഷ് തന്നെയാണ് ഗോപിയോട് പറഞ്ഞത്. എന്നെ ഫോൺ ചെയ്ത് ഡിവോഴ്സ് ചെയ്യാൻ പാടില്ലെന്ന് പറയണമെന്ന് പറഞ്ഞ് ഗോപിയോട് റിക്വസ്റ്റ് ചെയ്തതും സുധീഷ. ഇന്നലെ മാത്രമല്ല, സുധീഷിന് വേണ്ടി കോൺസ്റ്റബിൾ ഗോപി സംസാരിക്കുന്നത് രണ്ടാമത്തെ തവണയാ. സുധീഷിന്റെ ശല്യം സഹിക്കാനാകാതെയല്ലേ ഗോപി സാറ് ഡിവോഴ്സ് ചെയ്യാൻ പാടില്ലെന്ന് എന്നെ വിളിച്ചു പറഞ്ഞത്. അപ്പൊ സുധീഷ് പറയുകയാണ് എനിക്ക് നിധിയെ ഒരുപാട് ഇഷ്ടമായിരുന്നു, എനിക്ക് നിധിയെ ഡിവോഴ്സ് ചെയ്യാൻ സമ്മതമല്ല. പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞാൽ നിധി ഡിവോഴ്സ് വേണ്ടാന്ന് വെക്കുമെന്ന് എനിക്ക് തോന്നി. ഇത് കേട്ട് നിധി പറയുകയാണ് അതെ ഞാൻ പൊട്ടിയാണല്ലോ, പോലീസ് സ്റ്റേഷനിലേക്ക് കോടതിയിൽ നിന്നും അറിയിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ലേ? അയ്യോ അങ്ങനെയൊന്നും ഇല്ലെന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയുകയാണ് മിണ്ടരുത്, ആധാർ കാർഡ് ഇല്ലാതെ നമ്മുടെ കല്യാണം നടന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചില്ലേ? അപ്പൊ എന്താ പറഞ്ഞേ? എന്റെ അച്ഛൻ കൊടുത്തതായിരിക്കും അല്ലെങ്കിൽ ചേട്ടൻ കൊടുത്തതായിരിക്കും എന്നൊക്കെ. എന്റെ ആധാർ കാർഡ് സുധീഷാ കൊടുത്തത്, പ്രൂഫ് കൊടുക്കാതെയാണ് കല്യാണം നടന്നതെന്ന് എന്നോട് പറഞ്ഞ് എന്നെ ചതിച്ചു. ഇപ്പൊ എനിക്ക് തോന്നുവാ എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയാണ് എന്നെ ചതിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതെന്ന്. അങ്ങനെയല്ലേ? അവിടെ ഒരു നാടകം സെറ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് എന്നെ കല്യാണം കഴിച്ചു. നീ തക്കരയിലേക്ക് വന്ന നാൾ മുതൽ എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് ചതിച്ച് എന്നെ കല്യാണം കഴിച്ചതാണെന്ന് ഇപ്പൊ എനിക്ക് തോന്നുവാ. ഇത് കേട്ട് സുധീഷ് പറയണ അയ്യോ സത്യമായിട്ടുമല്ല, ഞാൻ അങ്ങനെ ഒരു പ്ലാനും ചെയ്തിട്ടില്ല. നിധി നന്നായി ഒന്ന് ആലോചിച്ചു നോക്ക്, ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞോ എന്നെ കല്യാണം കഴിക്കണമെന്ന്? പറയൂ നിധി, ഞാൻ തക്കലയിലേക്ക് വരുമെന്ന് എനിക്ക് പോലും അറിയില്ലായിരുന്നു. നിധിയുടെ കല്യാണം ഫിക്സ് ആയ കാര്യം ഞാൻ എങ്ങനെ അറിയുക? നിധിക്ക് കല്യാണം ഇഷ്ടമല്ലായിരുന്നൊന്നും എനിക്കറിയില്ലായിരുന്നു, അതെല്ലാം യാദർച്ഛികമായി നടന്നതാണ്. നിധിയുടെ അച്ഛനും ചേട്ടനും നമ്മുടെ പിന്നാലെ വന്നപ്പോൾ വേറെ വഴിയില്ലാതല്ലേ നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്. ഇതൊക്കെ എങ്ങനെ ഒരാൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും? എനിക്ക് ഇതുമായി ഒരു ബന്ധമില്ല. ഇത് കേട്ട നിധി പറയുകയാണ് ശരി, പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത് വരെ നിങ്ങൾ ഒരു പ്ലാനും ചെയ്ത് കാണില്ല, ആധാർ കാർഡ് ഇല്ലാതെ എങ്ങനെ ഈ കല്യാണം നടന്നേ? ഇത് കേട്ട് സുധീഷ് ടെൻഷനോട് കൂടി നിൽക്കുമ്പോൾ നിധി പറയുകയാണ് മറുപടിയില്ലേ? എങ്ങനെ ഒരാൾക്ക് ഇത്രയും കള്ളം പറയാൻ പറ്റുന്നു? ഇതുവരെ സുധീഷ് പറഞ്ഞ എല്ലാ കള്ളവും ഞാൻ ക്ഷമിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാ ക്ഷമിച്ചെന്നറിയോ? സുധീഷ് പറഞ്ഞ ഒരു കള്ളവും എന്റെ ജീവിതത്തെ ബാധിച്ചിട്ടില്ല. പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ. എന്റെ ആധാർ കാർഡ് സുധീഷിന്റെ ഫോണിൽ ഉണ്ടായിട്ട് ഞാൻ എവിടെയൊക്കെ അലങ്ങി തിരികെ നടന്നു, എത്ര ഹോസ്റ്റലുകൾ കയറി ഇറങ്ങി. എന്റെ ആധാർ കാർഡ് നിങ്ങളുടെ പോക്കറ്റിൽ വെച്ചോണ്ടാണ് നിങ്ങൾ എന്നെ ചതിച്ചത്. സുധീഷ് പറയുകയാണ് അങ്ങനെയല്ല, എനിക്ക് ഓർമ്മയില്ല, ഞാൻ മറന്നുപോയി. നിധി ചോദിക്കണം അതെങ്ങനെ മറന്നു? പോലീസ് സ്റ്റേഷനിൽ വെച്ച് കല്യാണം കഴിക്കുമ്പോൾ ആധാർ കാർഡ് വേണമെന്ന് പറഞ്ഞില്ലേ, അപ്പൊ മറന്നില്ലായിരുന്നു? അപ്പൊ എന്നെ കല്യാണം കഴിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ട് എന്നോട് കള്ളം പറഞ്ഞ ആധാർ കാർഡ് സുധീഷ് അവരുടെ കയ്യിൽ കൊടുത്തു. തിരുവനന്തപുരത്തേക്ക് വന്നതും സുധീഷിന്റെ വീട്ടിൽ എന്നെ താമസിപ്പിച്ച് റിസപ്ഷൻ നടത്തി ഞാൻ സുധീഷിന്റെ ഭാര്യയാണെന്ന് നാട്ടുകാരെ അറിയിച്ചു. ഞാൻ ഏതെങ്കിലും ഹോസ്റ്റലിലേക്ക് പോകുമോന്ന് ഭയന്ന് സുധീഷിന്റെ പോക്കറ്റിൽ തന്നെ ആധാർ കാർഡ് വെച്ച് എന്നെ ചതിച്ചു. നിങ്ങളുടെ
നിങ്ങളുടെ വീട്ടിൽ തന്നെ ഞാൻ താമസിക്കാൻ വേണ്ടിയല്ലേ ഈ പ്ലാനിങ് എല്ലാം നടത്തിയത്. ആധാർ കാർഡ് ഇല്ലാതെ ഞാൻ എന്തോരം വിഷമിച്ചു. അപ്പോഴൊക്കെ സുധീഷ് എന്റെ കൂടെ ഇല്ലായിരുന്നു. അങ്ങനെയല്ല നിധിന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയണം, മിണ്ടരുത്. എന്നെ മാത്രമല്ല പോലീസ് സ്റ്റേഷനിലുള്ള ആ കോൺസ്റ്റബിളിനെ നിങ്ങൾ ചതിച്ചില്ലേ? നിങ്ങൾക്ക് വേണ്ടി കോൺസ്റ്റബിൾ ഗോപി എന്നെ വിളിച്ച് സംസാരിച്ചിരിക്കുന്നു. നിന്നെ പോലൊരു ക്രിമിനലിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇത്രയ്ക്ക് മോശപ്പെട്ടവനായിരുന്നോ നീ? അങ്ങനെ ഷട്ടിൽ കുത്തിപ്പിടിച്ച് നിധി ചോദിക്കുകയാണ്. പറയടോ, പോലീസ് സ്റ്റേഷനിൽ വെച്ച് കല്യാണം എന്ന ഓപ്ഷൻ പറഞ്ഞത് താൻ തന്നെയല്ലേ? കണ്ടുതിരിഞ്ഞ് സുധീഷ് പറയുന്നു, നിധി സത്യമായിട്ടും അങ്ങനെയല്ല. അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവര് വിചാരിച്ചത് നമ്മൾ തമ്മിൽ പ്രേമമാണെന്നാ. അവരങ്ങനെ വിചാരിച്ചില്ലായിരുന്നെങ്കിൽ നിധിയുടെ അച്ഛൻ നിധിയെ കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു. അതുകൊണ്ടാ നമ്മൾ തമ്മിൽ പ്രണയമാണെന്ന് അവര് പറഞ്ഞപ്പോൾ ഞാൻ അല്ലാന്ന് പറയാതിരുന്നത്. അവരെന്നോട് കല്യാണം കഴിക്കാൻ പറഞ്ഞപ്പോൾ ഞാനും ഞെട്ടിപ്പോയി. പക്ഷെ അവിടെ നിന്ന് നിധിയെ എങ്ങനെ രക്ഷിക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോഴും എനിക്ക് നിധിയെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് നിധിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയല്ല ഞാൻ ഇങ്ങനെ ചെയ്തേ. ആ സമയം നിധിയുടെ ആധാർ കാർഡ് എന്റെ കയ്യിലുള്ള കാര്യം പോലും എനിക്ക് ഓർമ്മയിലില്ലായിരുന്നു. ഞാൻ ആ ആധാർ കാർഡ് കൊടുത്തതുപോലും എന്റെ ഓർമ്മയിലില്ല. നിധി ദേഷ്യത്തോടു കൂടി സുധീഷിനെ തള്ളി മാറ്റുമ്പോൾ സുധീഷ് പറയണം, നിധി ഇതാ നടന്ന സത്യം. നിധി തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അന്ന് നമ്മുടെ കല്യാണം നടന്നില്ലായിരുന്നെങ്കിൽ നിധിക്ക് തിരുവനന്തപുരത്തേക്ക് വരാൻ പറ്റില്ലായിരുന്നു. നിധി ആഗ്രഹിച്ചതുപോലെ ജോലിക്ക് പോകാനും പറ്റില്ലായിരുന്നു. നിധിയുടെ കല്യാണം കഴിഞ്ഞതുകൊണ്ടാണ് നിധിയുടെ വീട്ടുകാർ നിധിയെ ശല്യപ്പെടുത്താതിരിക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ അവർ ഉറപ്പായും തിരുവനന്തപുരത്തേക്ക് വന്ന് നിധിയെ കൂട്ടിക്കൊണ്ടുപോയനെ. ദേഷ്യത്തോടു കൂടി നിധി പറയുന്നു, മിണ്ടരുത്. എന്നോട് നീ സംസാരിക്കുന്ന ഓരോ വാക്കുകളും കള്ളമാണ്. നിന്റെ വീടിനെ പറ്റി നീ പറഞ്ഞത് കള്ളം, നിന്നെ പറ്റി നീ പറഞ്ഞത് കള്ളം, നിന്റെ കുടുംബത്തെ പറ്റി നീ പറഞ്ഞത് കള്ളം. ആധാർ കാർഡ് കയ്യിൽ വെച്ചിട്ട് ഇല്ലാന്ന് പറഞ്ഞില്ലേ, അതാണ് നീ എന്നോട് പറഞ്ഞ ഏറ്റവും വലിയ കള്ളം. ഇങ്ങനെ കള്ളം പറഞ്ഞ എന്നെ ചതിച്ചു. ഇതൊക്കെ നീ എന്നോട് പറഞ്ഞ കള്ളങ്ങൾ. ഞാൻ അറിയാതെ എന്തൊക്കെ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. എന്നിട്ട് നീ എന്നെ പ്രപ്പോസ് ചെയ്തിരിക്കുന്നു. നിന്നെ പോലെ ഒരു ഫ്രോഡിനെ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ? നിന്നെ ഇനി ഞാൻ പ്രേമിക്കണോ? നിന്നോടുണ്ടായിരുന്ന സ്നേഹവും ബഹുമാനവും എല്ലാം പോയി. അറിഞ്ഞോ അറിയാതെയോ നീ എന്നെ സഹായിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനി എന്നോട് സംസാരിക്കാൻ വന്നു പോകരുത്. നിന്നെ പോലെ ഒരുത്തിനെ ഞാൻ ഒരിക്കലും പ്രേമിക്കില്ല. ഞാൻ നിന്നെ പ്രണയിക്കും. ഈ കല്യാണം ശരിക്കുള്ള കല്യാണമാക്കി മാറ്റാവുന്ന നീ സ്വപ്നത്തിൽ പോലും ചിന്തിക്കണ്ട. ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്നിട്ടെടുത്ത ഏറ്റവും നല്ല തീരുമാനം നിന്നെ ഡിവോഴ്സ് ചെയ്യണമെന്നുള്ളതാ. ഡിവോഴ്സിന് ശേഷം നീ ഉള്ള സ്ഥലത്തേക്ക് പോലും ഞാൻ വരില്ല. എനിക്ക് നിന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. എന്റെ മുന്നിൽ ദയവ് ചെയ്ത് നിൽക്കരുത്. എവിടെയെങ്കിലും പോ. അങ്ങനെ നിധി അവിടെ നിന്ന് പോകുമ്പോൾ സുധീഷും പിന്നാലെ പോവുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്